കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പുക ഉയർന്ന സംഭവത്തിൽ ഇപ്പോൾ ജില്ലാ കളക്ടർ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ്. മെഡിക്കൽ കോളേജിന്റെ ഡോക്ടേഴ്സും നമ്മുടെ ഡോക്ടേഴ്സും അണ്ടർ കൺട്രോൾ ആസ് ഓഫ് ഇപ്പോൾ ഇമീഡിയറ്റ് ആയിട്ടല്ല കുറച്ച് സമയം കഴിഞ്ഞിട്ട് ബിൽഡിംഗ് ക്ലിയർ ആവും, അത് കഴിഞ്ഞിട്ട് നോക്കാം. ഓക്കെ, താങ്ക് യു. ശരി. ഇവിടെ നിന്ന് രോഗികളെ പൂർണ്ണമായിട്ടും മാറ്റിയിട്ടുണ്ട്. മറ്റ് സ്വകാര്യ ആശുപത്രിയിലേക്കും ഗവൺമെന്റ് ആശുപത്രികളിലേക്കും ഒക്കെ പൂർണ്ണമായും മാറ്റിക്കഴിഞ്ഞു. 30 രോഗികളെയാണ് പ്രധാനമായിട്ടും ഇവിടുന്ന് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. കളക്ടറാണ് അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ട് ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും സിറ്റുവേഷൻസ് അണ്ടർ കൺട്രോൾ എന്നാണ് കളക്ടർ പറഞ്ഞിട്ടുള്ളത്. അതായത് പ്രശ്നങ്ങളൊന്നുമില്ല, ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള മുഴുവൻ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട്, മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള മുഴുവൻ രോഗികളെയും ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. വൈകിട്ട് 6 മണിക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നതെന്നായിരുന്നു നേരത്തെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ഉണ്ടായിരുന്നത്. അതിന്റെ ഭാഗമായിട്ട് ആ സമയത്ത് തന്നെ പ്രദേശത്തുള്ള മറ്റ് സ്വകാര്യ ആശുപത്രികളിലെയും ബീച്ച് ആശുപത്രികളിലും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആംബുലൻസ് ഉൾപ്പെടെയുള്ള സന്നാഹങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചു. ഇവിടെ നിന്ന് രോഗികളെ മാറ്റുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ ആ സമയത്ത് തന്നെ പാലിച്ചു. പിന്നീട് കളക്ടർ ഉൾപ്പെടെയുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ മേധാവികളൊക്കെ ഇങ്ങോട്ടേക്ക് വരികയും ഈ സ്ഥലത്തെ സ്ഥിതിഗതികൾ നിയന്ത്രിക്കുകയും പരിശോധിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നേരത്തെ ന്യൂറോ സർജറി വിഭാഗത്തിലായിരുന്നു ഒരു 4 പേർ 4ാം നിലയിലായിരുന്നു അവരുണ്ടായിരുന്നു. അവരെ മാറ്റണോ വേണ്ടയോ എന്ന കാര്യത്തിലൊരു ആശങ്ക സംശയമൊക്കെ ഉണ്ടായിരുന്നു. അവരെയും ഇപ്പോൾ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ നിന്ന് മുഴുവൻ ആളുകളെയും ഇപ്പം ഇവിടെ നിന്ന് മാറ്റിയിരിക്കുകയാണ്. മാറ്റിയ ആളുകളുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് കളക്ടറുടെ ഭാഗത്തു നിന്ന് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും എന്താണ് ഈ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച കാര്യങ്ങൾ വ്യക്തമല്ല. കളക്ടർ ആയാലും പറഞ്ഞിട്ടുള്ളത് അത് കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട കാര്യമാണ്. കൂടുതൽ പഠിച്ചതിന് ശേഷം എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ നിന്ന് മാത്രമായിരിക്കും ആ വക കാര്യങ്ങളെ കുറിച്ച് അറിയാൻ വേണ്ടി സാധിക്കുക. ഒരു ഷോർട്ട് സർക്യൂട്ട് എന്ന പ്രാഥമികമായ നിഗമനത്തിലാണ് കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ഉള്ളത്. എന്തായാലും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ രോഗികളെ ഇവിടെ നിന്ന് മാറ്റുന്ന കാര്യത്തിലാണ് പ്രാഥമികമായ പരിഗണന നൽകിയതും. ആ കാര്യത്തിലായിരുന്നു ഈ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു ദ്രുതഗതിയിലുള്ള നടപടി ഉണ്ടായതും. ആ കാര്യങ്ങൾ എന്തായാലും പൂർത്തീകരിച്ചിട്ടുണ്ട്. ആ സമയത്ത് തന്നെ ഈ പ്രദേശത്തുള്ള നിരവധിയായ സ്വകാര്യ ആശുപത്രികളിൽ നിന്ന് ഉൾപ്പെടെയുള്ള ആംബുലൻസുകൾ ഇങ്ങോട്ടേക്ക് എത്തി, പോലീസുകാർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു, ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തി. ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ നിന്ന് കറണ്ട് പോയിരുന്നു. ആദ്യം ഈ അപകടം സംഭവിക്കുന്ന സമയത്ത്, അതായത് ആ സമയത്ത് ചെറിയൊരു ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കിയ സമയത്താണ് ആ ഭാഗത്തു നിന്നാണ് പുക ഉയർന്നത്. പുക വലിയ രീതിയിൽ തന്നെ ആ സമയത്ത് പുക ഉയർന്നിട്ടുണ്ടായിരുന്നു. പുക ഉയർന്ന സമയത്ത് ശ്വസിക്കാൻ ഉൾപ്പെടെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായി. ആ സമയത്താണ് വലിയ രീതിയിലുള്ള ഒരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നത്. ഇവിടെ ചില ആളുകളൊക്കെ നിങ്ങൾ ഇത് തുടക്ക സമയത്ത് തന്നെ ഇവിടെ ഉണ്ടായിരുന്നോ? തുടക്ക സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. എത്ര മണിക്കായിരുന്നു ഇതിങ്ങനെ സംഭവിച്ചത്? 8 മണിയായിട്ടുണ്ടാവും. വലിയ രീതിയിൽ പുക കയറുന്നു. വലിയ രീതിയിൽ തന്നെ പുക കയറി. ആ സമയത്ത് തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അല്ലേ? എല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആംബുലൻസുകളൊക്കെ എല്ലാ സ്ഥലത്തും ഓടിയെത്തി. ആ സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ ആംബുലൻസ് എല്ലാം എത്തിയിട്ടുണ്ട്. എവിടെ നിന്നായിരുന്നു ഈ പുക വരുന്നത്? ഏത് നിലയിലായിരുന്നു? ഈ ഭാഗത്ത് ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നാണ് പുക വന്നുകൊണ്ടിരുന്നത്. നിങ്ങൾ കണ്ടിരുന്നു? ഏത് ഭാഗത്താണെന്ന് കണ്ടിരുന്നു? CT MRIന്റെ ആ ഭാഗത്തു നിന്നാണ് പുക ഫസ്റ്റിൽ വന്നത്. പിന്നീട് വലിയ ശബ്ദം എന്തെങ്കിലും കേൾക്കുകയോ മറ്റോ ചെയ്തിരുന്നു? ശബ്ദം ഒരു പൊട്ടുന്ന ഒരു ഒച്ച കേട്ടിട്ടുണ്ടായിരുന്നു. ഒറ്റ തവണ ആദ്യം കേട്ടത്. ആ സമയത്ത് പോയി നോക്കി. എത്ര സമയത്തോളം ഈ പുക ഇങ്ങനെ ഇവിടെ വ്യാപിച്ചിട്ടുണ്ടായിരുന്നു? പുക ഇപ്പൊ ഒരു 1.5 മണിക്കൂറോളം പുക തന്നെയായിരുന്നു അതിന്റെ ഉള്ളില്. ആളുകൾക്ക് പോകാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായി. ആൾക്കാർക്ക് എല്ലാവരും ആ ഉള്ള സമയത്ത് ആൾക്കാർ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ എന്തായാലും കാര്യങ്ങളൊക്കെ നിയന്ത്രണ വിധേയമാണ്. കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകളെത്തി. അവർ ഇവിടെ ഉണ്ടായിരുന്ന തുടക്കം മുതൽ ഉണ്ടായിരുന്ന ആളുകളാണ്. ആശുപത്രിയുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെയാണ്. അവരാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. അവരൊക്കെ ദൃക്സാക്ഷികളായിട്ടുള്ള ആളുകളാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് സമയത്തേക്ക് ഈ പുക ഇവിടെ ഇങ്ങനെ കെട്ടിക്കിടന്നു, അല്ലെങ്കിൽ ഈ പരസ്പരം ശ്വസിക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായതാണ് ആശങ്ക വർദ്ധിക്കാനിടയായത്. തീപിടുത്തമൊന്നും ഉണ്ടായിട്ടില്ല. ഒരു ചെറിയൊരു സ്ഫോടനം ഉണ്ടായി. സ്ഫോടനത്തോടനുബന്ധിച്ച് ഈ പറഞ്ഞതുപോലെ വലിയ രീതിയിൽ പുക ഉയർന്നു. അത് ആശങ്കയുള്ളവാക്കി. പലതരത്തിലുള്ള രോഗികളാണ്, ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകളായതിനാൽ തന്നെ അവരെ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട പ്രയോറിറ്റി. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. മറ്റ് ആശുപത്രിയിലേക്ക് മാറ്റിയ ആളുകളുടെ ആരോഗ്യനില സംബന്ധിച്ച കാര്യം തൃപ്തികരമാണ് എന്നാണ് ഇപ്പോൾ അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അവരുടെയും, അതായത് അവിടെയുള്ള മറ്റ് ആശുപത്രികളിലൊക്കെ വിളിച്ചു പറഞ്ഞ DMO ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടായിരുന്നു. മറ്റ് ബീച്ച് ആശുപത്രികളിലൊക്കെ ബന്ധപ്പെട്ട് കോഴിക്കോട് തന്നെയുള്ള പ്രമുഖമായിട്ടുള്ള സ്വകാര്യ ആശുപത്രിയിലൊക്കെ ബന്ധപ്പെട്ട ആവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. DMO ഉൾപ്പെടെയുള്ള ആളുകൾ ആ വിഷയത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ആവശ്യമായ സൗകര്യങ്ങൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് സാധിക്കുന്ന രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. മുഴുവൻ രോഗികളെയും ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ആശ്വാസകരമായിട്ടുള്ള വാർത്ത. 2 മണിക്കൂർ കൊണ്ട് എന്തായാലും ഇവിടെ നിന്ന് ആളുകളെ മാറ്റിയിട്ടുണ്ട്. വിളിച്ച സമയത്ത് തന്നെ ആംബുലൻസുകളൊക്കെ പല ആശുപത്രികളിൽ നിന്നും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. പോലീസും ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തി. ആ കാര്യങ്ങളൊക്കെ എന്തായാലും പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി എന്തായാലും അറിയേണ്ടത് എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്നുള്ളതാണ്. എഞ്ചിനീയറിംഗ് വിഭാഗമായിരിക്കും സ്വാഭാവികമായിട്ട് പരിശോധന നടത്തുക. അത് നടത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് എന്താണ് സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച കാര്യങ്ങൾ എന്തായാലും
മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. സൂചിപ്പിച്ചതുപോലെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ്. എന്നിരുന്നാൽ കൂടിയും ഈ ഒരു പുക ഉയർന്നതിന്റെ കാരണം സംബന്ധിച്ച ഒരു അന്വേഷണം വേണ്ടിയിരിക്കുന്നു. എന്തുതന്നെയായാലും ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്നത്. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഗൂഗിളാണ് വിവരങ്ങൾ നൽകിയത്.